എല്ലാവർക്കും ഉമ്മീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കിഴി പൊറോട്ടയുമായിട്ടാണ്. ചിക്കൻ വെച്ചാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. അതിനായി നമുക്ക് ആദ്യം ചിക്കൻ കറി തയ്യാറാക്കി എടുക്കാം. അതിനായി ഒരു പാനിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് വേഗം വഴണ്ടി കിട്ടാൻ വേണ്ടി ഇതിലേക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതിന്റെ പേസ്റ്റ് കൂടിയിട്ട് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കണം. അല്പം വഴണ്ട് വന്നതിന് ശേഷം ഒരു വലിയ സൈസ് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുകൂടി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് മുളകൊക്കെ ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ. കുരുമുളക് പൗഡർ ചേർക്കുന്നത് കാരണം എരിവ് നന്നായി കൂടുന്നത് കൊണ്ട് ഞാൻ മുളകൊക്കെ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി ഞാൻ നേരത്തെ ഇവിടെ ഉപ്പൊക്കെ ഇട്ട് വെച്ച ചിക്കൻ ഉണ്ട്, 1/2 കിലോ ചിക്കൻ ഉണ്ടാവും. ഇതിലേക്ക് ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. മസാലയൊക്കെ ഈ ചിക്കൻ്റെ അടുത്ത് പിടിക്കണം. ഉപ്പ് ഞാൻ ഉള്ളിക്കും ചിക്കനൊക്കെ ഇട്ടത് കൊണ്ട് വേറെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. നിങ്ങൾക്ക് ഉപ്പില്ലാതെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അല്പം മല്ലിയിലയും കറിവേപ്പിലയും കൂടിയും ചേർത്ത് ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചു കൊടുക്കും. കറി ഏകദേശം ഒരു 1/4 വേവാകുമ്പോൾ ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൗഡർ ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് വീണ്ടും ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊറോട്ടയിൽ സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ഒരു മൺചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇത് അടിക്ക് പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വാഴയില വെച്ചു കൊടുക്കാം. ഞാൻ 2 പൊറോട്ട വെച്ചിട്ടാണ് 2 പൊറോട്ട വീതം വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. 2 പൊറോട്ട വെച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിക്കൻ കറി ഒഴിച്ചു കൊടുക്കാം. കറിയൊക്കെ ഞാൻ കുറച്ചേ ഒഴിക്കുന്നുള്ളൂ, കാരണം കുട്ടികൾക്കൊക്കെ കഴിക്കുമ്പോൾ എരിവ് കൂടുതലാകുന്നത് കൊണ്ട്. 2 പൊറോട്ട കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയോ മസാല വേണ്ടെന്ന് വെച്ചാൽ അത്രയും മസാല വെച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് എരിവ് കുറക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ചിക്കൻ പൊരിച്ച് വെച്ച ചിക്കൻ ഉണ്ട്, അതാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ഉള്ളി, മല്ലിയില ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 2 പൊറോട്ട കൂടി ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാം.
മുട്ട ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. മല്ലിയിലും ഉള്ളിയും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ആവി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഇതിപ്പോൾ സെറ്റായി വന്നിട്ടുണ്ട്. ആവിയൊക്കെ വന്നു. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ചൂട് പൊറോട്ട റെഡിയായി. മസാലയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല ചൂടുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കിഴി പൊറോട്ട റെഡിയായി. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി പൊറോട്ടയാണ്.